ഹലോ, ഗുഡ് ബൈ. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്താ ഗുഡ് ബൈ പറഞ്ഞതെന്ന്. ബിക്കോസ് ഞാൻ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അൺബോക്സിങ് ഇടാറുണ്ട് അല്ലേ, ആമസോണിൽ നിന്ന് അൺബോക്സ് ചെയ്യുന്നത്, മറ്റു പാർസൽ വരുന്ന അൺബോക്സിങ് ചെയ്യുന്നത്. പക്ഷേ ദിസ് ഈസ് വെരി ക്ലോസ് ടു ഹാർട്ട് അൺബോക്സിങ്. ബിക്കോസ് കഴിഞ്ഞ വ്ളോഗിൽ കണ്ടതുപോലെ ഞാൻ ക്യാമറ വാങ്ങി. പക്ഷേ ഇപ്പോഴും ഞാൻ എൻ്റെ ഐഫോണിൽ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. ബിക്കോസ് നമ്മളെ അൺബോക്സ് ചെയ്തിട്ടില്ല. അപ്പം ഈ സാധനങ്ങൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ കൊഡാക്കിൻ്റെ ഒരു കവർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ആണ് നമ്മുടെ ക്യാമറ ഇടാനുള്ള ബാഗ്. ഇത് ക്യാമറാമാന്മാരുടെ കയ്യിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ക്യാമറ തൂക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഇങ്ങനത്തെ ക്യാമറ എല്ലാവരും വലിയതായിരുന്നു. അപ്പോൾ വലിയ ബോക്സ് ആയിരുന്നു. ഇതൊരു ക്യൂട്ട് കുഞ്ഞി ബാഗാണ് നമുക്ക് ഉള്ളത്. ഇത് ഫുള്ളായി ഇത്രേ ഉള്ളൂ എൻ്റെ ക്യാമറ. ഈ കുഞ്ഞി ബാഗിനകത്തോട്ട് നമുക്കിനി ക്യാമറ മാറ്റാം. അപ്പോൾ ഇതാണ് ക്യാമറ ബോക്സ്. ലെറ്റ്സ് അൺബോക്സ്. ഇതാണ് നമ്മുടെ ചോട്ടു. ഈ ചോട്ടു ആണ് ഇനിയും തൊട്ട് നമ്മുടെ ബ്ലോഗിൽ സന്തത സഹചാരി. ഐ നെവർ തോട്ട് ഞാനൊരു ക്യാമറ എടുക്കുമെന്ന്. എന്നുവെച്ചാൽ ഞാൻ കുറേ ക്യാമറ കണ്ടു തന്നെ വളർന്നത്. പക്ഷേ എങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ക്യാമറമാൻ അങ്ങനെ ഒരു പാഷനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ വ്ളോഗ് കുറച്ചും കൂടെ ഓരോ ഇതിൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പേളിച്ചേച്ചാണ് ഇങ്ങനെ പറഞ്ഞതും ഒക്കെ. അപ്പോൾ ഇതോട്ടെ എന്നാൽ ഒരു ക്യാമറ എടുക്കാമെന്ന് അപ്പോൾ വിചാരിച്ചു. എന്നാലും ഞാൻ അത്ര വലിയ സീരിയസ് ആയിട്ടൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഐ ഡിഡ് ഇറ്റ്. ക്യാമറ ഞാൻ എടുത്തു. ഇത് കണ്ടോ, ഇത് നമുക്കപ്പം ഇനിയിപ്പോൾ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഫ്ലിപ്പിങ് ഇതൊക്കെയാണ്. അപ്പം നമുക്കിങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ നോക്കാം, ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ നോക്കാം. ഇതൊക്കെ ചെയ്തിട്ട് ഇതാണ് ഇതിൻ്റെ. ഇത് സോണിയുടെ ZV-E10 എന്ന് പറയുന്ന മോഡലാണ്. 4K ഷൂട്ട് ചെയ്യാം. ദിസ് ഇസ് ദ തിങ്. അപ്പം നമ്മളിത് ഐശ്വര്യമായി ഓൺ ചെയ്തു. പക്ഷേ എനിക്ക് ഇതിന് ചാർജ് ഇല്ല, ബാറ്ററിക്ക്. അപ്പം ചാർജൊക്കെ ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഒക്കെ കാണാം. ഇതിൻ്റെയൊക്കെ കാണാനൊന്നുമില്ല, സാധാരണ ക്യാമറ പോലെ തന്നെയുള്ളൂ. അത് ഇനി അടുത്ത വ്ളോഗ് തൊട്ട് അതൊക്കെ ചാർജ് ചെയ്തിട്ടായിരിക്കും എടുക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഇളക്കി വേണ്ടി തന്നെ എടുത്ത് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ബാറ്ററി ഉണ്ട്. അല്ല, ഇത് ബാറ്ററി ചാർജ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് കണ്ടുപിടിക്കാം. അതുകൊണ്ട് കേബിളുണ്ട് ചാർജ് ചെയ്യാനുള്ള. പിന്നെ USB ഉണ്ട് കണക്ട് ചെയ്യാനുള്ള. ഇതെന്തിനാണ് ഈ ക്യാമറ തൂക്കിയിടുന്നത്? കഴുത്തേരി വേണമെങ്കിൽ ക്യാമറ തൂക്കിയിട്ട് വലിയ ഫോട്ടോഗ്രാഫേഴ്സിനെ പോലെയൊക്കെ എടുത്ത് തൂക്കിയിട്ടൊക്കെ നടക്കും. അപ്പം ഇത്രയും സാധനമാണ് ഈ ഡപ്പയ്ക്കകത്ത് ഉള്ളത്. അപ്പം നമുക്ക് ഇതെല്ലാം എടുത്ത് തിരിച്ച് ഇതിൻ്റെ അകത്തോട്ട് വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഒരു ബോക്സും കൂടെ ഉണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു സാധനം കൂടെ വാങ്ങിച്ചു. അത് നമുക്ക് അൺബോക്സ് ചെയ്യാം. പിന്നെ പ്രൊഫഷണലായിട്ടൊരു ക്യാമറമാനൊക്കെ ആകുമ്പോൾ പ്രൊഫഷണലായിട്ടുള്ള ട്രൈപോഡ് വേണമല്ലോ. അതുകൊണ്ട് ഞാനൊരു പ്രൊഫഷണൽ ട്രൈപോഡ് വാങ്ങിച്ചു. ദിസ് ഇസ് ഇറ്റ്. ഇതാണ് ആ പ്രൊഫഷണൽ ട്രൈപോഡ്. ഇതിൻ്റെ മേലിൽ ഇതിങ്ങനെ നമ്മുടെ ഫോണും വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഫോണിലൊന്നും എടുക്കുന്നില്ല എന്നൊന്നും ഞാൻ അക്കാര്യത്തിൽ പറയത്തില്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഫോണിൽ തന്നെ എടുക്കും.
ക്യാപ്പ് ഊടിക്കഴിഞ്ഞാൽ ഇവിടെ ക്യാമറ വെക്കാം. പക്ഷേ ക്യാപ്പ് ഊടാൻ പറ്റുന്നില്ല. കറക്റ്റുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ നമുക്ക് ക്യാമറ അൽ വ്ളോഗർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ദിസ് ഇസ് ദ അൺബോക്സിങ് വീഡിയോ. ഐ ലവ് ഇറ്റ്. അപ്പോൾ ഇനിയും തൊട്ട് എൻ്റെ പ്രൊഫഷണൽ ഷോർട്സിനായിട്ട് വെയിറ്റ് ചെയ്യും. ടിൽ ദെൻ ദിസ് ഇസ് മീ ശ്രുതി രജനികാന്ത് സൈനിങ് ഓഫ്. സോ ലെറ്റ്സ്